89.6 FM Sargakshetra SK Junction. നവംബർ 14 ശിശുദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അതിൻ്റെ വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഇന്നത്തെ SK ജംഗ്ഷനിലെ കുട്ടികളെ കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട, നമ്മളെല്ലാവരും ഒരുപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ SK ജംഗ്ഷനിൽ കേട്ടറിയാനായിട്ട് പോകുന്നത്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഓക്കെ, നമ്മൾ ഇന്ന് ശിശുദിന വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കുട്ടികളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് കേട്ടറിയാനായിട്ട് പോവുകയാണ്. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വാക്കാണ്, അല്ലെങ്കിൽ മാതാപിതാക്കളായിക്കോട്ടെ അപ്കമിങ് പാരൻസ് ഒക്കെ സെർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് പേരൻറ്റിങ് എന്ന് പറയുന്നത്. അപ്പം പേരൻറ്റിങ്ങിനെ കുറിച്ചുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ന് നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഈ ഒരു ഡിജിറ്റൽ യുഗത്തിൽ കുട്ടികളെ അതിൽ നിന്ന് സംരക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരുപാട് അറിവുകൾ നമ്മൾ ഇന്ന് കേട്ടറിയുന്നതായിരിക്കും. പക്ഷെ അതിനൊക്കെ മുൻപ് നമ്മൾ ഇന്ന് കേൾക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആദ്യമേ നമുക്ക് കേൾക്കേണ്ടത്, ഈ ഒരു ശിശുദിനം എന്ന് പറയുമ്പോൾ അവരുടെ മാനസിക ആരോഗ്യം എത്രമാത്രം നമ്മൾ കരുതൽ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ SK ജംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്താലോ? തീർച്ചയായും. കുട്ടികളുടെ ശാരീരിക ആരോഗ്യം പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അവരുടെ മാനസികാരോഗ്യം. പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ നമ്മൾ പെട്ടെന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷെ മനസ്സിന്റെ മുറിവുകളും മനസ്സിന്റെ പ്രശ്നങ്ങളും നമ്മൾ പലപ്പോഴും അത് കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത് അവഗണിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളുടെ സ്നേഹവും പിന്തുണയും കരുതലും ഒക്കെ അവർക്ക് ഉറപ്പാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തും തുറന്നു പറയാനുള്ള ഒരു അന്തരീക്ഷം നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം. ഇപ്പം പലപ്പോഴും കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ ബോഡി ഷേമിങ് നടത്തുക, എപ്പോഴും കുറ്റപ്പെടുത്തുക, ഇതെല്ലാം നമ്മൾ അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളായതുകൊണ്ട് തന്നെ ഇതെല്ലാം നമ്മളൊരു വീടിന്റെ അന്തരീക്ഷത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്ന മറ്റൊരു പ്രധാന ഘടകമാണ് മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ. അപ്പൊ അതും നമ്മൾ കഴിവതും ഒഴിവാക്കുക, അല്ലെങ്കിൽ ആരോഗ്യകരമായ രീതിയിൽ അവ പരിഹരിച്ച് കാണിക്കുക എന്നുള്ളതാണ് മാതാപിതാക്കൾ ചെയ്യേണ്ടത്. അതുപോലെ മാനസികാരോഗ്യത്തിന് അവർക്ക് നല്ല ഭക്ഷണ ശീലങ്ങൾ ഉണ്ടാവണം, നിദ്രാശീലങ്ങൾ ഉണ്ടാകണം, വ്യായാമം ഉണ്ടാകണം. അതുപോലെ ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഉറക്കത്തിലൊക്കെ ഇപ്പം വളരെ ലേറ്റ് ആയിട്ട് ഉറങ്ങുക, ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുക എന്നൊക്കെയുള്ള ഒരു ശീലം പൊതുവെ നമ്മുടെ കുട്ടികളിലൊക്കെ കാണാറുണ്ട്. അതുപോലെ വ്യായാമം ഇല്ലാത്ത അവസ്ഥ, ഇതൊക്കെ അവരുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. പിന്നെ കുട്ടികളെ സംബന്ധിച്ച് സമ്മർദ്ദങ്ങൾ നേരിടാൻ അവരെ പോസിറ്റീവായ വഴികൾ പഠിപ്പിക്കുക എന്നുള്ളതും അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. പിന്നെ ജീവിത നൈപുണികൾ കുട്ടികളെ പഠിപ്പിക്കുക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതെങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അവരുടെ വികാരങ്ങളെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഇമോഷണൽ മാനേജ്മെന്റ് തുടങ്ങിയ ഇതൊക്കെയാണ് അസർട്ടീവ്നെസ്. ഒരു കാര്യം എങ്ങനെയാണ് മറ്റുള്ളവരോട് സംയമനത്തോടു കൂടി പറയേണ്ടത്, ഇതൊക്കെ ജീവിത നൈപുണികൾക്കകത്ത് വരുന്നതാണ്. അപ്പൊ ഇത്തരം ജീവിത നൈപുണികൾ പരിശീലിപ്പിക്കുക എന്നുള്ളതും അവരുടെ മാനസികാരോഗ്യത്തിന് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. പിന്നെ മാതാപിതാക്കൾ അവരോടുകൂടി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുക, അവരുടെ നല്ല സൗഹൃദങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ഇതിലൂടെയൊക്കെ നമുക്ക് കുട്ടികളുടെ മാനസികാരോഗ്യം നല്ല രീതിയിൽ മെച്ചപ്പെടുത്താവുന്നതാണ്. ഓക്കെ. അപ്പൊ എങ്ങനെ മെച്ചപ്പെടുത്താം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ് എന്നുള്ളത് നമ്മൾ കേട്ടറിയുകയാണ്. ഇപ്പോൾ പലപ്പോഴും പല വീഡിയോസിലും ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്, പണ്ടത്തെ എൻ്റെ ചൈൽഡ്ഹുഡ് ട്രോമയാണ് എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചത് എന്ന് ഇന്നത്തെ കാലത്തുള്ള ഒരുപാട് പേര് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ അനുഭവങ്ങൾ അവർ പങ്കുവെക്കാറുണ്ട്. അപ്പം ഇന്നത്തെ പേരൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ആ ഒരു ട്രോമയിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടാത്ത വിധം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മനഃപൂർവ്വമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ തുടങ്ങിയവയൊക്കെ നമ്മൾ ഇന്ന് SK ജംഗ്ഷനിലൂടെ കേട്ടറിയുന്നതായിരിക്കും. ഇനി പാട്ടിന്റെ സമയമാണ്. പാട്ടുകൾക്ക് ശേഷം കൂടുതൽ കാര്യങ്ങൾ കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM Sargakshetra SK Junction.
സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. ശിശുദിന വാരാഘോഷത്തിന്റെ ഭാഗമായി ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ശിശുക്കളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ SK ജംഗ്ഷനിൽ നമ്മൾ കേട്ടറിയുന്നത്. ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. മാം, നമ്മൾ കുഞ്ഞുങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പാട്ടുകൾക്ക് മുൻപ് പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം, ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് കുറേ ട്രോമ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. സോ ആ ഒരു ട്രോമയിലേക്ക് നയിക്കാത്ത വിധം മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുട്ടികൾക്ക് അമിത പ്രതീക്ഷ കൊടുക്കുക എന്നുള്ളൊരു കാര്യം. അത് കുട്ടികളിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ടോ? എന്താണ് മാമിന് ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ പറയാനായിട്ടുള്ളൊരു കാര്യം? തീർച്ചയായും കുട്ടികളിലെ സമ്മർദ്ദത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് എപ്പോഴും അവർ പറയുന്നത് മാതാപിതാക്കളിൽ നിന്നുള്ള അമിത പ്രതീക്ഷകൾ തന്നെയാണ്. കാരണം കുട്ടികളുടെ പോരായ്മകളും അല്ലെങ്കിൽ അവരുടെ കഴിവുകളും പൂർണ്ണമായും എന്താണ് എന്ന് മനസ്സിലാക്കാതെ അമിത പ്രതീക്ഷകൾ കുട്ടികളിലേക്ക് അവർ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ തനിക്ക് ആകാൻ പറ്റാത്ത കാര്യങ്ങൾ കുട്ടികളിലൂടെ സാധിച്ചെടുക്കുക എന്നുള്ളത് മാതാപിതാക്കൾ പലപ്പോഴും ചെയ്യുന്ന കാര്യങ്ങളാണ്. അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, എന്റെ കുഞ്ഞിനെ കൊണ്ടെങ്കിലും നമുക്കത് സാധിച്ചെടുക്കണം എന്നുള്ള രീതിയിൽ ഈവൻ അവരുടെ എഡ്യൂക്കേഷനിലും കരിയറിലും ഒക്കെ ഗോൾസ് സെറ്റ് ചെയ്യുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അപ്പൊ പലപ്പോഴും ഈ മാതാപിതാക്കളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുക എന്നത് കുട്ടികളുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയും അവർക്ക് പലപ്പോഴും അവരെത്ര ശ്രമിച്ചിട്ടും ആ പ്രതീക്ഷയിലേക്ക് അവർക്ക് എത്താൻ പറ്റാതെ വരുമ്പോഴും അവര് അത്യധികം സമ്മർദ്ദമാണ് അനുഭവിക്കുന്നത്. ഈ സമ്മർദ്ദം മാത്രമല്ല, പലപ്പോഴും അത് അവരുടെ ആത്മവിശ്വാസം അല്ലെങ്കിൽ അവർക്ക് സ്വയമുള്ള ഒരു മതിപ്പ്, ഇതിനെയൊക്കെ അത് ബാധിക്കാറുണ്ട്. പലപ്പോഴും ഒരു കാര്യം ചെയ്തിട്ടും മതിയാവാത്തൊരവസ്ഥ, അല്ലെങ്കിൽ പഠനത്തിൽ താല്പര്യം കുറയുക, ഇങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷ എത്തിക്കാറുണ്ട്. കൂടാതെ കുട്ടികളിൽ കാണുന്ന ഉത്കണ്ഠ, വിഷാദം, ഇവയ്ക്ക് പോലും മാതാപിതാക്കളുടെ അമിത പ്രതീക്ഷ പലപ്പോഴും ഒരു കാരണമാകുന്നുണ്ട്. ഓക്കെ അപ്പൊ എന്തായാലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഈ ഒരു അമിത പ്രതീക്ഷ കുട്ടികളിൽ സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും. ഓക്കെ ഇതുപോലെ നമ്മൾ മാതാപിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി മാതാപിതാക്കളാവാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്നവരായിക്കോട്ടെ, കുട്ടികളായിക്കോട്ടെ, നമ്മളെല്ലാവരും ഒരേപോലെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഒരുക്കേണ്ട വഴികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടവ എന്തൊക്കെ എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കേട്ടറിയാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. മാം, നമ്മളിന്ന് ശിശുദിന വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മാതാപിതാക്കൾ കുട്ടികൾ കോമ്പിനേഷനിൽ നടക്കുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കളുടെ നിയന്ത്രണം. ഈ കുട്ടികൾക്ക് ഭയങ്കരമായിട്ടും ഒരു വിരോധാഭാസമായി മാറാറുണ്ട്. അവരെന്ത് പറഞ്ഞാലും ഈ അരുതുകൾ പറയുമ്പോൾ ഒരു അൺസഹിക്കബിലിറ്റി കാണപ്പെടാറുണ്ട്. ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ആ ഒരു സമയം കഴിഞ്ഞ് വന്നതാണ്. സോ അങ്ങനെ കാണാൻ തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മളൊന്ന് തിരിച്ചു പറയാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ അമ്മ എന്ത് പറയുന്നേ, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഡയലോഗ്സ് ഒക്കെ നമ്മൾ കേൾക്കാനായിട്ടും അല്ലെങ്കിൽ പറയാനായിട്ടൊക്കെ തുടങ്ങാറുണ്ട്. സോ ഈ ഒരു ടൈമിൽ മാതാപിതാക്കളായിക്കോട്ടെ അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി എത്രമാത്രം ശ്രദ്ധയാണ് കുട്ടികളിൽ കൊടുക്കേണ്ടത്? നമ്മൾ ഈ കുട്ടികൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ളത് നമ്മളൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും അവർക്ക് ഇതൊക്കെ നിയന്ത്രണങ്ങളായിട്ട് തോന്നുന്നത്. അതിന് പകരം അവർക്ക് കുട്ടിക്കാലം മുതലേ അവരൊക്കെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരു വീട്ടിൽ എന്തൊക്കെ നിയമങ്ങൾ പാലിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ കുട്ടിക്കാലം മുതലേ അവരിലേക്ക് നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവർക്കിതൊന്നും ഒരു നിയന്ത്രണങ്ങളായിട്ട് തോന്നുകയില്ല. പകരം കുറച്ചു നാള് ഒരു കുട്ടിയെ വളരെ ഫ്രീ ആയിട്ട് വിടുന്നു, ഒരു നിയന്ത്രണങ്ങളില്ല, ഒരു ബൗണ്ടറീസ് ഇല്ല, അവന്റെ ഇഷ്ടത്തിന് വിടുന്നു. പെട്ടെന്ന് ടീനേജിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മൾ വളരെയധികം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ നിയമങ്ങൾ കൊണ്ടുവരുന്നു. അപ്പൊ ആ സമയത്താണ് അവരത് തിരിച്ച് പ്രതികരിക്കുകയും അല്ലെങ്കിൽ അവർക്കത് നിയന്ത്രണങ്ങളായിട്ട് തോന്നുകയും ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന്, എല്ലാ ദിവസവും ഇത്ര നേരം പഠിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇത് പഠന സമയമാണ്, അല്ലെങ്കിൽ പുറത്തു പോയി കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവരും ഇത്ര സമയത്തിനുള്ളിൽ എത്തേണ്ടതുണ്ട് എന്നുള്ളത് ഒരു കുട്ടി ചെറിയ പ്രായത്തിലെ കണ്ട് ശീലിക്കുന്നു അല്ലെങ്കിൽ അവനെ ശീലിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു നിയന്ത്രണമായിട്ട് അയാൾക്ക് തോന്നില്ല.
പകരം ഒരു പ്രത്യേക പ്രായത്തിൽ, ഇപ്പൊ പൊതുവെ പേരൻസ് കൗമാര പ്രായത്തിലേക്ക് എത്തുമ്പോഴാണ് നിയന്ത്രണങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവരുന്നത്. അപ്പം ഒരു പ്രായത്തിൽ എത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ പെൺകുട്ടി ആയതുകൊണ്ടോ ഒന്നും നമ്മൾ ചെയ്യിക്കേണ്ട കാര്യങ്ങളല്ല ഈ ബൗണ്ടറീസ് അല്ലെങ്കിൽ നിയമങ്ങൾ എന്നുള്ളത്. അപ്പം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത്, രാത്രിയിൽ എല്ലാവരും ഒരുമിച്ചിരുന്നാണ് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത്, എല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടാവണം എന്നൊരു കാര്യം കുട്ടിക്കാലം മുതലേ അവന്റെ മനസ്സിലുണ്ടെങ്കിൽ ആ സമയം ആവുമ്പോഴത്തേക്ക് അവൻ വീട്ടിൽ തിരിച്ചെത്താൻ ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പൊ അതുപോലെ നമ്മൾ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് നമ്മളൊരു കാര്യം ചെയ്യണം എന്ന് അവനോട് ആവശ്യപ്പെടുമ്പോൾ അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ കുട്ടിയുടെ അഭിപ്രായങ്ങൾ നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചോദിക്കാം. നിനക്ക് എന്താണ് ഇതിനകത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, എന്താണ് നിന്റെ അഭിപ്രായം? അല്ലെങ്കിൽ എന്തെങ്കിലും ചോയ്സുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അപ്പം അവൻ 2-3 ചോയ്സ് ഉണ്ട്, നിനക്ക് ഏതാണ് ഇതിൽ ചെയ്യാൻ പറ്റുക എന്ന് ചോദിക്കുമ്പോൾ അതൊരു ഒരു അടിച്ചേൽപ്പിക്കലായിട്ട് അവർക്ക് തോന്നില്ല. പിന്നെ നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന ശൈലി ഏറ്റവും പ്രധാനമാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ താഴെ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു അടിമയായിട്ട് നമ്മുടെ കുട്ടികളെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ നിയന്ത്രണമായിട്ട് തോന്നുന്നത്. അപ്പൊ ഈക്വൽ ഒരു ഇതിൽ നമ്മൾ അവരെ ഒന്ന് റെസ്പെക്ട് ചെയ്ത് അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നവരാണ്. അത് പേരൻസും മനസ്സിലാക്കിയിരിക്കുക. പിന്നെ കുട്ടികൾക്ക് ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യരുതാത്ത കാര്യങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറയുമ്പോൾ പലപ്പോഴും പേരൻസ് തന്നെ അതിനകത്തൊരു സ്ഥിരത ഉണ്ടായിരിക്കില്ല. അപ്പൊ ഇന്ന് ചെയ്യരുതെന്ന് പറയുന്ന കാര്യം നാളെ പേരൻസ് നല്ല മൂഡിലൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ അവനോട് ചെയ്തോളാൻ പറയും. അപ്പൊ ആ രീതിയിൽ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുമ്പോൾ നമ്മളതിനകത്ത് സ്ഥിരതയുള്ളതായിരിക്കണം അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ടിരിക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ ഒരു കുട്ടിക്കാലം മുതലേ അവന്റെ പ്രായത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവൻ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കാര്യങ്ങൾ ശീലിപ്പിച്ച് ആ വീട്ടിൽ എല്ലാവരും അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവന് വേണ്ടി മാത്രമുള്ള ഒരു നിയന്ത്രണമായിട്ട് അവനത് തോന്നുകയില്ല. ഓക്കെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്നറിയാമോ? കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ഒരു ഒരു ബോണ്ട് നമ്മൾ ചോദിച്ചു തുടങ്ങിയത് എങ്ങനെയായിരുന്നു? ഈ ഒരു കോമ്പിനേഷൻ അല്ലേ, രണ്ടുപേരുമുള്ള ഒരു കോമ്പിനേഷൻ വളരെ ഫ്രണ്ട്ലി ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാം ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് മാം തന്നെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനിവേ എന്തായാലും നമ്മൾ കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങൾ അതിപ്പോൾ ഏറ്റവും ശ്രദ്ധയോടുകൂടെ തന്നെ നമ്മൾ ഒരു തൈ നമ്മൾ നട്ട് കഴിഞ്ഞാൽ അത് വളരുന്നുണ്ടോ, അത് കായ്ക്കുന്നുണ്ടോ, അത് പുഷ്പിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മളിങ്ങനെ നോക്കുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ജീവന് അതിൻ്റെ വളർച്ച എങ്ങനെയാണ്, അതിന് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിങ്ങനെ കേട്ട് മനസ്സിലാക്കി കണ്ട് അറിഞ്ഞൊക്കെ വരികയാണ്. എന്തായാലും ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ എങ്ങനെയാണ് അവരുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ഡിജിറ്റൽ യുഗം എങ്ങനെ അവരെ ബാധിക്കുന്നു, അതിൽ നിന്നൊക്കെ എങ്ങനെ നമുക്ക് അവരുടെ മാനസികാരോഗ്യത്തെ സംരക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ SK ജംഗ്ഷൻ മുന്നോട്ട് പോകുമ്പോൾ ഇനി എന്തായാലും പാട്ടാണ്. പാട്ടുകൾക്ക് ശേഷം മറ്റു കാര്യങ്ങൾ കേട്ടറിയാം. കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ ശിശുദിന വാരാഘോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് SK ജംഗ്ഷനിലൂടെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ അല്ലെങ്കിൽ കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ച് അവരുടെ മാനസിക ആരോഗ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഏതൊക്കെ എങ്ങനെയൊക്കെ ഒക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. അപ്പം മാം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ വന്നു പോകുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മൊബൈൽ ഫോണിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനായിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഈ മൊബൈൽ ഫോൺ കുട്ടികളിൽ പലപ്പോഴും മാതാപിതാക്കൾ ഇത് കളിക്കാനായിട്ട് കൊടുക്കും അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കും. അതിനുശേഷം ഇത് തിരിച്ച് വാങ്ങുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ഒരു കോപം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവൻ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്ക് അല്ലെങ്കിൽ ഇപ്പം ഒരു ഇച്ചിരി പ്രായമുള്ള കുട്ടികൾക്കാണെങ്കിലും അവർ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവും, പിന്നെ അവർക്ക് വാശിയായി അങ്ങനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. സോ അതെങ്ങനെ നമുക്കൊന്ന് ഹെൽത്തി ആയിട്ട് അതിനെ കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ട്രിക്സ് ചോദിക്കുവാണെങ്കിൽ എന്താണ് മാമിന് പറയാനുള്ളത്?
ഇത് ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഫോൺ കൊടുത്ത് അത് വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോപവും ഫ്രസ്ട്രേഷനും ഒക്കെ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നതല്ല. അപ്പൊ തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ സ്ക്രീൻ ടൈം നിയന്ത്രിക്കാതെ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുകയും പിന്നീട് അത് ഒഴിവാക്കാൻ പറ്റാത്ത തരത്തിൽ കുട്ടികൾ ഇതിലേക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാവുകയും പിന്നീട് പഠനത്തിനെ അത് ബാധിക്കുന്നു, സ്കൂളിൽ പോകാതിരിക്കുന്നു, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴാണ് മാതാപിതാക്കൾ പലപ്പോഴും ഇത് ഗൗരവമായിട്ട് കാണുന്നത്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ചെന്നിട്ട് ഇവരുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങുകയും അല്ലെങ്കിൽ നാളെ മുതൽ ഇനി ഫോൺ ഇല്ല എന്ന് പറയുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ ദേഷ്യപ്പെടുകയും അക്രമാസക്തരാവുകയും ഒക്കെ ചെയ്യും. കാരണം അവർക്ക് അത്രമാത്രം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അവരതിനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതൊരു അഡിക്ഷൻ എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിടിച്ചു വാങ്ങുമ്പോൾ ഈ രീതിയിൽ തന്നെയാണ് പല കുട്ടികളും പ്രതികരിക്കാറുള്ളത്. അപ്പോ ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പം ഇനി അഥവാ അങ്ങനെ ഒരു അവസ്ഥയിലാണ് എന്നുണ്ടെങ്കിൽ അത് കുട്ടിയുമായിട്ട് സംസാരിച്ച് രണ്ടുപേരും കൂടി ചേർന്ന് ഈ സ്ക്രീൻ ഉപയോഗിക്കുന്നതിന്റെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയും അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്ത് രണ്ടുപേരും കൂടി കാര്യങ്ങൾ സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ മുൻപേ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളെ ഇൻസൾട്ട് ചെയ്യാതെ അല്ലെങ്കിൽ ദേഷ്യപ്പെടാതെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് പറ്റണം. കാരണം നമ്മൾക്ക് അവൻ ഫോൺ മാറ്റി വെക്കണം അല്ലെങ്കിൽ ഫോൺ ഇത്ര നേരമേ ഉപയോഗിക്കാവൂ എന്ന് പറയുന്നതിന് നമുക്ക് അവനോട് ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ, കാര്യം നമ്മൾ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോ ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, അവര് ദേഷ്യപ്പെടുമ്പോഴും നമ്മൾ ശാന്തമായി നിന്ന് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മാതാപിതാക്കൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പൊ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. പലപ്പോഴും മാതാപിതാക്കൾക്ക് ഇത്തരം സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആ ഒരു ഹെൽപ്പ് എടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതിനേക്കാളൊക്കെ എളുപ്പം എന്ന് പറയുന്നത് നമ്മൾ ഇത് തുടങ്ങുന്ന സമയത്ത് തന്നെ, കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് പലപ്പോഴും പഠന ആവശ്യങ്ങൾക്ക് പോലും നമ്മൾ ഫോൺ കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം. അപ്പൊ ഫോൺ എന്തായാലും നമുക്ക് പല സാഹചര്യങ്ങളിലും ഇവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ അത് കൃത്യമായിട്ട് സമയം നിയന്ത്രിച്ചുകൊണ്ട് തന്നെ നമ്മൾ സ്ക്രീൻ ടൈം കൊടുക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ 1/2 മണിക്കൂറാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് എങ്കിൽ നമ്മൾ ആ ഒരു 1/2 മണിക്കൂർ തീരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് തന്നെ നമുക്കൊരു വാണിംഗ് കൊടുക്കാം. നമുക്ക് സമയം തീരാറായി, ഇനി ഒരു 10 മിനിറ്റ് കൂടിയേ ഉള്ളൂ. കാരണം പലപ്പോഴും കുട്ടികൾ ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ ഈ സമയം അറിയുന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെന്ന് പിടിച്ചു വാങ്ങുമ്പോൾ അവർ പെട്ടെന്ന് ഫ്രസ്ട്രേറ്റഡ് ആവും. അപ്പൊ അതിന് പകരം അവരോട് നമുക്ക് ഒരു വാണിംഗ് കൊടുത്തിട്ട് ഇനി 10 മിനിറ്റേ ഉള്ളൂ എന്നുള്ള ഒരു വാണിംഗ് കൊടുക്കുക എന്നുള്ളത് ഇത്തരം സാഹചര്യങ്ങൾ, പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. മാത്രമല്ല ഫോൺ മാറ്റി വെച്ചിട്ട് കുട്ടി എന്ത് ചെയ്യണം അത് പലപ്പോഴും പേരൻസിന് അവർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഫോൺ മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം പഠിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വെറുതെ ഇരിക്കണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഫോൺ മാറ്റി വെച്ചാൽ പകരം എന്താണ് കുട്ടിക്ക് എൻഗേജ്ഡ് ആകാൻ പറ്റുന്നത്? അപ്പോ അവരുടെ കൂടെ അവർക്ക് അതുപോലെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ സ്ക്രീൻ ടൈം നിയന്ത്രിക്കാനായിട്ട് പോകേണ്ടത്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഞാൻ എന്ത് ചെയ്യും, ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഫ്രസ്ട്രേഷൻ അവരിൽ ഉണ്ടാകും. പിന്നെ ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടികളുടെ ദേഷ്യം, കാരണം അവന് എത്രയും ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ പിടിച്ചു മാറ്റുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ ആ സാഹചര്യത്തിൽ പെരുമാറാൻ. അപ്പൊ നമ്മള് പേരൻസ് കുട്ടിയുടെ ദേഷ്യം മാറിക്കഴിയുമ്പോൾ സംസാരിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പേരൻസിന് വെയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അത് അവന് ഇഷ്ടമുള്ള ഒരു കാര്യം ഞാൻ എടുത്തപ്പോൾ അവന് ദേഷ്യം ഉണ്ടാവുന്നു, ഇറ്റ് ഈസ് എ നോർമൽ റെസ്പോൺസ്. ഓക്കെ, നിന്റെ ദേഷ്യം മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് പേരൻസിനും ഉണ്ടാകണം. ഓക്കെ അപ്പം കുട്ടികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ കേട്ട് അവസാനിച്ചത് ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നിങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ, അതും ഹെൽത്തി ആയിട്ട് എങ്ങനെ നമുക്ക് അതിൽ നിന്നൊരു വിമോചനം കുട്ടികൾക്ക് കൊടുക്കാം. എനിക്കൊന്നും വിമോചനം എന്നുള്ളത് പറയാൻ പറ്റത്തില്ല, കാരണം ഇപ്പം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനും ഏതിനും നമുക്ക് മൊബൈൽ ഫോൺ അനിവാര്യമാണ്. പക്ഷേ ഈ ഒരു സ്ക്രീൻ ടൈം എങ്ങനെ നമുക്ക് കുറയ്ക്കാം എന്നുള്ളൊരു കാര്യം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമുക്കറിയേണ്ടത് മാതാപിതാക്കളെ കുറിച്ചാണ്. കാരണം കുട്ടികളോട് പലപ്പോഴും ഫോൺ മതിയാക്ക് എന്ന് പറയുമ്പോൾ അവർ
അവരുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത് അമ്മ ഇത്ര നേരം കണ്ടില്ല അല്ലെങ്കിൽ അച്ഛനും ഇത്ര നേരം കണ്ടുകൊണ്ടിരിക്കുകയല്ലായിരുന്നു, പിന്നെ ഞങ്ങൾക്ക് കണ്ടാൽ എന്താ എന്നുള്ളൊരു കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പല മാതാപിതാക്കളും നേരിടാറുണ്ട് അല്ലെങ്കിൽ കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ കുട്ടികൾ പറയാറുണ്ട്. അപ്പോൾ മാതാപിതാക്കൾ എങ്ങനെ വേണം കുട്ടികളുടെ മുന്നിൽ ഈ ഒരു ഫോൺ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്, അവർക്കത് മാതൃകയാവേണ്ട രീതികൾ എങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് കേട്ടറിയാം SK ജംഗ്ഷനിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷനാണ്. ഇന്നത്തെ SK ജംഗ്ഷനിൽ നമ്മുടെ പ്രധാന ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കേണ്ട രീതി എന്തൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളതാണ്. കാരണം ശിശുദിന വാരാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു SK ജംഗ്ഷനിൽ നമ്മുടെ കൂടെ ചേർന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. മാം, നമ്മൾ കുട്ടികളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടെലിഫോണിനെ കുറിച്ച് അല്ലെങ്കിൽ മൊബൈൽ ഫോണിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉപയോഗം എങ്ങനെയൊക്കെ കുറയ്ക്കാം, അതിന് മാതാപിതാക്കളുടെ പങ്ക് അല്ലെങ്കിൽ മാതാപിതാക്കൾ എങ്ങനെ വേണം അത് ആരോഗ്യകരമായിട്ട് അതിനെ ഡീല് ചെയ്യാനായിട്ട് എന്നുള്ളത് നമ്മൾ കേട്ടിരിക്കുമ്പോൾ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാതാപിതാക്കൾ മൊബൈൽ ഫോൺ കുട്ടികളുടെ മുന്നിൽ യൂസ് ചെയ്യുന്ന ചില രീതികൾ. അതെങ്ങനെയാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്? ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഇപ്പോൾ തിരിച്ച് ചോദിക്കും, ഏത് പ്രായമുള്ളവരാണെങ്കിൽ അമ്മ ഇത്ര നേരം കണ്ടില്ലേ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്നാൽ കണ്ടൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം അതിനെങ്ങനെയാണ് ഈ പാരൻസ് ഒന്ന് ഡീൽ ചെയ്യേണ്ടത്? അതെ, കുട്ടികളിൽ മാത്രമല്ല നമുക്ക് സ്ക്രീൻ അഡിക്ഷൻ ഉള്ളത്. സ്ക്രീൻ അഡിക്ഷൻ ഉള്ള മുതിർന്നവരും ഒരുപാടുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അപ്പൊ പലപ്പോഴും മാതാപിതാക്കളുടെ ഉയർന്ന സ്ക്രീൻ ഉപയോഗം തന്നെ കുട്ടികളെയും അതിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണാറുണ്ട്. കാരണം വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് അവരെപ്പോഴും കണ്ടുപിടിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. അവർ മാതൃകയാക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. ഇപ്പൊ വെറുതെ ഇരിക്കുന്ന സമയം അല്ലെങ്കിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുന്ന സമയം പുസ്തകം വായിക്കുന്ന ഒരു പേരന്റ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ കുട്ടികളും ആ ശീലം ആവർത്തിക്കാനുള്ള സാധ്യതയാണുള്ളത്. പക്ഷെ മാതാപിതാക്കൾ ആ സമയത്ത് ഫോണിലാണ് എൻഗേജ്ഡ് ആവുന്നതെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ആ ഒരു മെസ്സേജാണ് അവർക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ സ്ക്രീൻ ഉപയോഗം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് ഈ കുട്ടികളെ വേണ്ടത്ര ശ്രദ്ധിക്കാനുള്ള സമയം പലപ്പോഴും ഈ ഒരു സ്ക്രീൻ അഡിക്ഷൻ കാരണം മാതാപിതാക്കൾക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ജോലി ചെയ്യുന്ന രണ്ടു പേരൻസും ജോലി ചെയ്യുന്ന വീടുകളിലൊക്കെ അവര് ജോലി സ്ഥലത്ത് നിന്ന് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഫോണിലേക്ക് ഇരിക്കുമ്പോൾ കുട്ടിയുടെ കൂടെ വേണ്ടത്ര ക്വാളിറ്റി ടൈം ചെലവഴിക്കാൻ പറ്റാതെ വരും. അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ അറിയാനുമുള്ള സമയം കിട്ടാതെ വരും. അപ്പൊ കുട്ടികൾക്ക് ആ ഒരു ശ്രദ്ധ കിട്ടുന്നില്ല എന്നുള്ള തോന്നൽ കുഞ്ഞുങ്ങളിൽ തന്നെ ഉണ്ടാവുകയും അത് പല സ്വഭാവ പ്രശ്നങ്ങളിലേക്കും നയിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പൊ പേരൻസും കുട്ടികളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ ഇത് ബാധിക്കുന്നു എന്നുള്ളത് പേരൻസ് മനസ്സിലാക്കുക. കാരണം കുഞ്ഞുങ്ങളോട് കുട്ടിക്കാലം മുതലേ നമ്മൾ തുറന്ന് സംസാരിക്കുകയും അവർക്ക് എന്ത് സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം തോന്നുകയും മാതാപിതാക്കളിലേക്ക് ഒരു വിശ്വാസം അവർക്ക് ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴേ എല്ലാ കാലത്തും അവർ കാര്യങ്ങൾ തുറന്ന് പറയുള്ളൂ. അല്ലാതെ ഒരു കൗമാര പ്രായത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് നാളെ മുതൽ അവയോട് സംസാരിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളോട് സംസാരിക്കില്ല. അതെ, എല്ലാ കാര്യങ്ങളും നാളെ മുതൽ തുറന്നു പറയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയില്ല. അപ്പൊ അത് കുട്ടിക്കാലം മുതലേ ഈ ഒരു മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇത് കമ്മ്യൂണിക്കേഷനിലൂടെ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കിയെടുക്കേണ്ട സമയം കുട്ടിക്കാലം മുതലേ നമ്മൾ അതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതുപോലെ നമ്മളിപ്പോ കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കാനും നമുക്ക് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മാതാപിതാക്കളുടെ സ്ക്രീൻ നിയന്ത്രിക്കുക എന്നുള്ളത് ആ പ്രോസസ്സിന്റെ അതൊരു പാർട്ട് തന്നെയാണ്. അല്ലാതെ കുട്ടികൾക്ക് മാത്രമായിട്ട് നമുക്കൊരു നിയമം പലപ്പോഴും കൊണ്ടുവരാൻ സാധിക്കില്ല. അവര് തിരിച്ചു ചോദിക്കും, ഈ പറഞ്ഞതുപോലെ അച്ഛനും അമ്മയ്ക്കും ഉപയോഗിക്കാം, എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ എന്ന് വരുമ്പോൾ അവരത് ചോദ്യം ചെയ്യും. അപ്പൊ അതുകൊണ്ട് വീട്ടിൽ ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം. കാരണം ഭക്ഷണ സമയത്ത് ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എല്ലാവരും അത് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അല്ലാതെ അച്ഛന് ഉപയോഗിക്കാൻ കുട്ടികൾക്ക് പറ്റില്ല എന്നുള്ളതല്ല. അപ്പം ഈ ഡിജിറ്റൽ ഉപയോഗത്തിൽ എല്ലാവർക്കും ഒരേ നിയമം കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഡിജിറ്റൽ യുഗത്തിൽ വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞ് മാം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അപ്പം അതിനെ നമുക്ക് എങ്ങനെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കാം
അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം എങ്ങനെ ക്വാളിറ്റിയോട് കൂടെ നമുക്ക് അതൊന്ന് സെറ്റാക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് കേട്ടറിയാം. ഇനി പാട്ടുകൾക്ക് ശേഷം SK ജംഗ്ഷനിലൂടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഉള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്. 89.6 FM സർഗക്ഷേത്ര. SK Junction. സർഗക്ഷേത്ര 89.6 FM-ൽ SK ജംഗ്ഷൻ ആണ്. ശിശുദിനം നവംബർ 14 തീയതിയാണ്. പക്ഷെ നമ്മൾ ശിശുദിന വാരാഘോഷത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെക്കുറിച്ച്, കുട്ടികളെയല്ല കുട്ടികളുടെ കാര്യം എന്നുള്ളൊരു ടോപ്പിക് എന്നുള്ളൊരു നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. മാം, നമ്മൾ കുട്ടികളെക്കുറിച്ച്, മാതാപിതാക്കൾ കുട്ടികളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, മാതാപിതാക്കൾ അവരുടെ പാരന്റിങ്ങിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഫാമിലി എന്നുള്ളൊരു സംഭവം വരുമ്പോൾ തന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് ഈ ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിൽ ഉറപ്പാക്കേണ്ടത്? അതിനുള്ള രീതികൾ അല്ലെങ്കിൽ കുറച്ച് മെത്തേഡ്സ് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും മാമിന് പറയാനുള്ളത്? ഈ ക്വാളിറ്റി ടൈം എന്നുള്ള വാക്കിപ്പോൾ വളരെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണെങ്കിലും എന്താണ് ഈ ക്വാളിറ്റി ടൈം എന്നുള്ളത് പലർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് നമ്മൾ കുട്ടികളോടൊപ്പം ക്വാളിറ്റി ടൈം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുമ്പോഴാണ് അത് ക്വാളിറ്റി ടൈം ആവുന്നത്. അതായത് കുട്ടിയെ ഇപ്പം നമ്മൾ 2 മണിക്കൂർ ഇരുത്തി ഒരു അമ്മ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ക്വാളിറ്റി ടൈം ആകണമെന്നില്ല. കാരണം അവൻ അത്ര ഇഷ്ടമുള്ള കാര്യമാകണമെന്നില്ല പഠനം എന്നുള്ളത്. അപ്പം പലപ്പോഴും പേരൻസിനോട് നമ്മളിത് പറയുമ്പോൾ അവർ പറയുന്നത് ഞാൻ കൂടുതൽ സമയം വീട്ടിലുണ്ടല്ലോ, അപ്പൊ പിന്നെ ഇനി പ്രത്യേകിച്ച് എന്താണ് ക്വാളിറ്റി ടൈം എന്നുള്ളതാണ് പലരും ചോദിക്കാറ്. അപ്പം അവന് ഇൻട്രസ്റ്റ് ഉള്ള, അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുമ്പോഴാണ് ക്വാളിറ്റി ടൈം ആവുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ട് മാതാപിതാക്കളുടെ സ്ക്രീൻ ടൈം നിയന്ത്രിക്കേണ്ടതുണ്ട്. അവർക്കൊരു വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം പലപ്പോഴും വർക്ക് സ്ട്രെസ് കാരണം അവർക്ക് വീട്ടിൽ കുട്ടികളോടൊപ്പം ഇങ്ങനെ സമയം ചെലവഴിക്കാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവിടെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് അവര് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ എന്ന് നമ്മൾ പറയും. വീട്ടിൽ എപ്പോഴും ഒരു ഡിജിറ്റൽ ഫ്രീ സോൺ ഉണ്ടാവണം. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ആരും ഈ ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഡിന്നർ കഴിക്കുന്ന സമയത്ത് ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ള രീതി നമ്മൾ കൊണ്ടുവരിക. പിന്നെ ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് പൊതുവെ ബീച്ചിലും പാർക്കിലും ഒക്കെ പോകാൻ ഇഷ്ടമാണ്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് ഒരുപാട് പൈസ മുടക്കി വലിയ ടൂറുകൾ പോവുക എന്നുള്ളതല്ല, തൊട്ടടുത്ത ബീച്ചിലേക്കോ പാർക്കിലേക്കോ ഒരുമിച്ചൊന്ന് നടക്കാൻ പോകുന്നതോ ഒരുമിച്ചൊന്ന് കടയിൽ പോയി വരുന്നതോ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വീടിന് മുറ്റത്ത് തന്നെ കുട്ടികളുടെ കൂടെ കുറച്ചു നേരം കളിക്കാൻ നമുക്ക് സമയം കണ്ടെത്താം. വീടിനകത്തിരുന്ന് ക്യാരംസ് പോലെയുള്ള ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ പേരൻസിന് അതിനോടൊപ്പം ചേരാം. ഇതൊക്കെ അവരോടൊപ്പം നമ്മൾ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. പിന്നെ അവധി ദിവസങ്ങളിൽ വീട്ടിൽ പല കൊച്ചു കൊച്ചു ജോലികളൊക്കെ ഉണ്ടാവും. ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലികൾ പേരൻസിനും കുട്ടികൾക്കും ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ ജോലികളെ ക്രമപ്പെടുത്തുക, അവരെയും കൂടി നമ്മളോടൊപ്പം കൂട്ടുക. ആ ജോലികൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അവരോട് സ്കൂളിലെ വിശേഷങ്ങളും അവരുടെ താല്പര്യങ്ങളും ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ ഒരുമിച്ച് ഈ ജോലികളൊക്കെ ചെയ്യാം. ഇതൊക്കെ അവർക്കൊരു ക്വാളിറ്റി ടൈം ആയിട്ട് തന്നെ മാറുന്നതാണ്. ഓക്കെ മാം, ക്വാളിറ്റി ടൈം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താണ് ക്വാളിറ്റി ടൈം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ട് അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക്, ഈ അറിവുകളൊക്കെ നമുക്ക് ഇനി നമ്മുടെ ലൈഫിൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് സെറ്റാക്കാം. ഇതുപോലെ നമ്മൾ ചെയ്യേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ നമ്മുടെ കുട്ടികളെക്കുറിച്ച്, അല്ലെങ്കിൽ കുട്ടികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടറിയുകയാണ് SK ജംഗ്ഷനിലൂടെ. ഇനിയും കുറച്ചധികം കാര്യങ്ങൾ കേട്ടറിയാനായിട്ടുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെ ജോ ആണുള്ളത്. 89.6 FM സർഗക്ഷേത്ര. SK Junction. കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് നമ്മൾ കാണുന്ന ഒരു കാഴ്ച, അല്ലെങ്കിൽ ഇമാജിനേഷനിലേക്ക് വരുന്നത് ഒരു മഴയൊക്കെ പെയ്യുന്ന സമയത്ത് കുറേ പന്ത് കളിക്കുന്നു, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഇരുന്ന് അക്ക് കളിക്കുന്നു. അങ്ങനത്തെയൊക്കെ കാഴ്ചകൾ നമ്മൾ പണ്ടത്തെ പാഠപുസ്തകത്തിലൊക്കെ നമ്മൾ കാണുമായിരുന്നു. പക്ഷേ ഇന്ന് അത്തരം കാഴ്ചകളൊക്കെ അന്യം നിന്ന് പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പലപ്പോഴും നമുക്കുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മൾ ഒന്ന് നോക്കുവാണെങ്കിൽ മിക്കവരുടെയും കയ്യിൽ ഒരു ഐപാഡ് കാണുമായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫോണിനകത്ത് അവർ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന കാഴ്ചകളായിരിക്കും. കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ
അല്ലെങ്കിൽ അവരെ നമ്മൾ പെട്ടെന്നൊന്നും റാൻഡം ആയിട്ടുള്ള ചില വിഷ്വൽസ് ഒക്കെ ഒന്ന് നോക്കുവാണെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഡിജിറ്റൽ യുഗത്തിൽ അവർ വളർന്നു. അതിൻ്റെതായിട്ടുള്ള മെറിറ്റ്സ് ഉണ്ട് അവർക്ക്, ഡീമെറിറ്റ്സിലൂടെയും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മൾ ആദ്യമേ പറഞ്ഞു തുടങ്ങി നമ്മുടെ ഈ ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഈ ഒരു കുട്ടിക്കളി അല്ലെങ്കിൽ കുട്ടികളുടെ കളി എന്ന് പറഞ്ഞ സംഭവമൊക്കെ അന്യം നിന്ന് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുമാത്രമാണ്, അതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ടോ കുട്ടിയുടെ മാനസിക ആരോഗ്യത്തിന് എന്നുള്ളൊരു സംശയമൊക്കെ ഇങ്ങനെ മുളച്ചു നിൽക്കുമ്പോൾ അതിനുള്ള ഉത്തരം പറയാനായിട്ട് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്. മാം, എന്താണ് പറയാനുള്ളത്? ഈ കുട്ടികൾ കളിക്കുക അതൊക്കെ നമുക്കിപ്പോൾ കാണാനേ ഇല്ല. അപ്പം അത് തന്നെ ആരോഗ്യമായിട്ട് അല്ലെങ്കിൽ മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഇത് നിലനിൽക്കുന്നത്? മാനസികാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് കുട്ടികൾക്ക് പുറത്തുള്ള കളികൾ എന്ന് പറയുന്നത്. പൊതുവെ ഇപ്പം നമ്മുടെ കുട്ടികളിലൊക്കെ പുറത്ത് കളിക്കുന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഈവൻ നമ്മുടെ സ്കൂളുകളിൽ പോലും അവർക്ക് പുറത്ത് ഒരുമിച്ച് കളിക്കാനുള്ള അവസരങ്ങൾ കുറയുന്നു. പലപ്പോഴും ആകെയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ പീരീഡുകൾ മറ്റ് ടീച്ചേഴ്സ് പഠിപ്പിക്കാനായിട്ട് കയറുന്നു. ഇന്റർവെൽ ലഞ്ച് ബ്രേക്ക് സമയങ്ങളിൽ കളിക്കാൻ പലപ്പോഴും അവസരം കിട്ടാറില്ല എന്നൊക്കെ കുട്ടികൾ നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു പുറത്തുള്ള പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. കുട്ടികളെ പുറത്തോട്ട് അയൽവീടുകളിൽ പോലും കളിക്കാൻ വിടാനായിട്ട് മാതാപിതാക്കൾക്ക് ആശങ്കയാണ്, അവർക്കൊരു പേടിയാണ്. നമുക്ക് കളിസ്ഥലങ്ങളില്ല. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് കളിസ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പം കുട്ടികൾക്ക് കളിക്കാനുള്ള അങ്ങനെ തുറസായ സ്ഥലങ്ങളില്ല. പിന്നെ കുട്ടികൾക്ക് ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലേക്കുള്ള ഇൻട്രസ്റ്റ് കൂടിയത് കാരണം അവർക്കും പൊതുവെ പുറത്തിറങ്ങി കളിക്കുന്നതിനോട് താല്പര്യം ഉണ്ടാകുന്നില്ല. അപ്പൊ ഇങ്ങനെ നിരവധി കാരണങ്ങൾ കുട്ടികളുടെ കൂടി വരുന്ന അക്കാഡമിക് പ്രഷർ, അതർ ആക്ടിവിറ്റീസ് ഇതെല്ലാം ചേർന്ന് വരുമ്പോൾ കുട്ടികൾക്ക് പലപ്പോഴും കളിക്കാനുള്ള സാഹചര്യങ്ങളില്ല. വർക്കിംഗ് ഡേയ്സിൽ പല കുട്ടികളും കളിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും അവരുടെ ശാരീരിക മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകം തന്നെയാണ്. കാരണം ശാരീരിക വ്യായാമത്തോടൊപ്പം തന്നെ മാനസികമായിട്ടുള്ള ഒരു ഉല്ലാസവും കൂടി കിട്ടുന്നവയാണ് ഈ പുറത്തുള്ള കളികൾ എന്ന് പറയുന്നത്. മാത്രമല്ല അവരുടെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല വഴിയാണ് ഈ കളികൾ. അപ്പൊ പണ്ട് ആ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു സമ്മർദ്ദമോ ടെൻഷനോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ പുറത്തുള്ള കളികളിൽ ഏർപ്പെടുമ്പോഴേക്കും അവർക്കത് ഒരുപാട് ലഘൂകരിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോ മാത്രമല്ല നേരത്തെ പറഞ്ഞ ജീവിത നൈപുണികൾ, ഇവർ ഒരുമിച്ച് കൂട്ടം ചേർന്ന് കളിക്കുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പരിഹരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരോട് പൊരുത്തപ്പെട്ട് എങ്ങനെയാണ് നിൽക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരുപാട് ജീവിത നൈപുണികൾ അവർ ഈ കളികളിലൂടെ പഠിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സ്ട്രെസ് അല്ലെങ്കിൽ സമ്മർദ്ദം കൈകാര്യം ചെയ്യാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന പോസിറ്റീവായിട്ടുള്ള വഴികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഈ കളികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് സമ്മർദ്ദം ഒഴിവാക്കാനായിട്ട് ഇങ്ങനെയുള്ള വഴികൾ ഉള്ളപ്പോൾ അവർക്കൊരു സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഈ ലഹരി മരുന്ന് പോലെയുള്ള ലഹരി വസ്തുക്കളിലേക്കൊന്നും അവര് പോകാതെ ഇത്തരം പോസിറ്റീവായ വഴികളിലൂടെ അവരുടെ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യാൻ കുട്ടികൾ പഠിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും നമ്മൾ കളികളെ ഒരു സമയം പാഴാക്കുക അല്ലെങ്കിൽ വെറുതെ സമയം കളയുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. അപ്പൊ അത് ശരിയല്ല. കളികൾ കുട്ടികൾക്ക് അത്യാവശ്യമാണ്. ഓക്കെ, കുട്ടിക്കളികൾ വേണം അല്ലേ? യെസ്. അപ്പൊ എന്തായാലും കുട്ടികളെ കുറിച്ച് അല്ലെങ്കിൽ കുട്ടിക്കളിയല്ല നമ്മുടെ ഈ കുട്ടികളുടെ കാര്യം, അത് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു SK ജംഗ്ഷനിലൂടെ. ഇനിയും കേൾക്കാം പാട്ടുകൾ, അതിനുശേഷം ഇനിയും കേൾക്കാം, അറിയാം കുട്ടികളെക്കുറിച്ച്, അവരുടെ മാനസികാരോഗ്യത്തെ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്തൊക്കെ എന്നുള്ളത് കേൾക്കാം. കൂടെയുള്ളത് ജോ ആണ്. ദിസ് ഈസ് സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ മാനസികാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്തണം, അതിനുവേണ്ടി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട രീതി എന്തൊക്കെ, മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളത് ശിശുദിന വാരാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ SK ജംഗ്ഷനിലൂടെ കേട്ടറിയുകയാണ്. നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെ ഉത്തരം നൽകാനായി നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. മാം, നമ്മൾ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച്, അവരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മാതാപിതാക്കൾക്ക് ഇതിനുള്ള പങ്ക്, അവരാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കണ്ണി എന്ന് പറയുന്നത് അല്ലേ?
അപ്പം ഇവരിലുണ്ടാവുന്ന ചില വിള്ളലുകൾ ഈ കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ പല ന്യൂസ് റിപ്പോർട്ടിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്, നമ്മുടെ ഡിവോഴ്സിന്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ ചില റിപ്പോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇത് എന്തെങ്കിലും തരത്തിൽ കുഞ്ഞുങ്ങളെ ബാധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നുണ്ടോ? എന്താണ് മാമിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും അച്ഛനും അമ്മയും വേർപിരിയുക എന്നുള്ളത് ഒരു കുട്ടിയെ സംബന്ധിച്ച് വളരെയധികം സമ്മർദ്ദം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇവൻ വേർപിരിഞ്ഞില്ല എങ്കിൽ പോലും അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കുകൾ പോലും കുട്ടികളുടെ പഠനത്തെയും അവരുടെ മാനസികാവസ്ഥയും ഒക്കെ ബാധിക്കാറുണ്ട്. പക്ഷെ എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഈ മാതാപിതാക്കളുടെ കൂടെ താമസിക്കുന്നതാണ് കുട്ടിയുടെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് എന്ന് നമുക്ക് തോന്നാറുണ്ട്. കാരണം എന്നും അടിയുണ്ടാക്കുന്ന, എന്നും വഴക്കുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് അത്ര ആരോഗ്യകരമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ഒരു പേരന്റിന്റെ കൂടെ തന്നെ താമസിക്കുന്നതാണ് കുട്ടിയുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് നല്ലതെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം പലപ്പോഴും കുട്ടികളും അത് അഭിപ്രായപ്പെടാറുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും വഴക്ക് സഹിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾക്ക് എന്നും സ്ട്രെസ് ആണ്, അതുകൊണ്ട് ഇവര് പിരിയുന്നതാണ് നല്ലത്, ഞങ്ങൾ രണ്ടുപേരെ എടുത്ത് മാറി മാറി നിന്നോളാം എന്ന് പറയുന്ന കുട്ടികൾ വരെയുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ സാഹചര്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ആ കുട്ടിയുടെ മാനസികാരോഗ്യത്തെ ഏതാണ് ബാധിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പൊ കുട്ടികളുടെ കാര്യത്തില് അച്ഛനും അമ്മയും ഒരുമിച്ചുണ്ട് എന്നുള്ളതിലല്ല കാര്യം, അവരൊരുമിച്ച് എന്ത് അന്തരീക്ഷമാണ് അവർക്ക് നൽകുന്നത് എന്നുള്ളതാണ്. ഒരുമിച്ച് നിന്നിട്ട് അവർക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം നൽകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പിന്നെ പലപ്പോഴും ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് കുട്ടികളെ അത്രമാത്രം ബാധിക്കുന്നതിന്റെ ഒരു കാരണം ഈ ഡിവോഴ്സ് കഴിയുമ്പോഴത്തേക്ക് മാതാപിതാക്കൾ വെച്ച് പുലർത്തുന്ന ഒരു മനോഭാവമാണ്. നമ്മുടെ ഒരു നാട്ടിൽ പൊതുവെ ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ പിന്നീട് അവരൊരു ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. അപ്പൊ കുട്ടികൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ പരസ്പരമുള്ള കുറ്റങ്ങൾ പറഞ്ഞു കേൾപ്പിക്കുക, അല്ലെങ്കിൽ അമ്മയെ കുറിച്ചും അച്ഛനെ കുറിച്ചുമുള്ള പരാതികൾ കേൾപ്പിക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഇതൊക്കെ അവരെ ശരിക്കും ഭയങ്കരമായ മാനസിക സമ്മർദ്ദത്തിലാണ് എത്തിക്കുന്നത്. അപ്പൊ അതിന് പകരം ഡിവോഴ്സ് ആയി കഴിഞ്ഞാലും ഇത്തരം കാര്യങ്ങളൊന്നും കുട്ടികളിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവന്റെ അച്ഛനെ കുറിച്ചോ അമ്മയെ കുറിച്ചോ ഉള്ള മോശം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അവന്റെ കാര്യങ്ങൾക്ക് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കാനുള്ള ഒരു മനസ്സ് രണ്ടുപേരും ഉണ്ടാക്കിയെടുക്കണം. പിന്നീട് ഒരു ശത്രുക്കളെ പോലെ പെരുമാറാതെ കുട്ടിയെ സംബന്ധിച്ച് അച്ഛനും അമ്മയും ഒരുപോലെ ആയിരിക്കും. അപ്പൊ അവനെ സംബന്ധിച്ച് അവന്റെ കാര്യത്തിൽ രണ്ടുപേരും ഉണ്ടാകും എന്നൊരു ഉറപ്പ് അവനുണ്ടെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. അപ്പൊ ആ രീതിയിലേക്ക് നമ്മളുടെ ആളുകൾ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആ ഒരു രീതിയിൽ വേണം വിവാഹമോചനത്തെ കാണാൻ. അവർക്ക് തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല, പക്ഷെ കുട്ടികളുടെ എന്ത് കാര്യത്തിനും അവരൊരുമിച്ചുണ്ടാകും എന്നൊരു തീരുമാനം എല്ലാ മാതാപിതാക്കളും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ആരോഗ്യകരമായിട്ട് പോകുന്ന ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം മാതാപിതാക്കള് കുട്ടികളുടെ മാനസികാരോഗ്യം ഒന്ന് കൺസിഡർ ചെയ്യുക, അതുപോലെ തന്നെ അവരും സ്വന്തം ലൈഫിനെ മാനിക്കുക, അല്ലെ? തീരുമാനങ്ങളെ മാനിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോവുക എന്നുള്ളൊരു കാര്യം നമ്മളത് കേട്ടറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് SK ജംഗ്ഷനിലൂടെ. നമ്മൾ മാം ഇപ്പം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ. എന്തായാലും എനിക്കൊന്ന് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് കേൾക്കാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ പാട്ടിന്റെ സമയമാണ്. പാട്ടുകൾക്ക് ശേഷം കേട്ടറിയാം. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. SK ജംഗ്ഷൻ. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ അഫ്കോഴ്സ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശിശു സംരക്ഷണ യൂണിറ്റിനെ കുറിച്ച്, വനിതാ ശിശു വികസന വകുപ്പിനെ കുറിച്ച്, അവരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ ശിശുദിന വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഒരു സ്പെഷ്യൽ SK ജംഗ്ഷൻ ആണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ ഗംഗ കൈലാസ്, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. മാം, നമ്മൾ ഇന്ന് കുട്ടികളെക്കുറിച്ച്, കുട്ടിക്കളികളെക്കുറിച്ച്, കുട്ടിക്കളിയല്ല കുട്ടികളുടെ കാര്യം, ഇതൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലേ? അപ്പം എന്തായാലും മാമിന് എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളോട്, അല്ലെങ്കിൽ സഹോദരങ്ങളോട്, കുട്ടികളോട്, ടീച്ചേഴ്സിനോട്, അങ്ങനെ പല ആളുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അവരോട് എല്ലാവരോടുമായിട്ട് എന്താണ് മാമിന് പറയാനുള്ളത്? നമുക്ക് കുട്ടികളെ വളർത്തുക എന്നുള്ളത് വളരെ നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു ജോലി തന്നെയാണ് അച്ഛനാകുക അല്ലെങ്കിൽ അമ്മയാകുക എന്നുള്ളത്. അപ്പൊ ആ ഒരു പ്രാധാന്യത്തോടു കൂടി നമ്മൾ അതിനെ കാണുക എന്ന് കരുതി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞ് എല്ലാത്തിലും നമ്മൾ സമ്മർദ്ദമുണ്ടാക്കി പോകേണ്ട ആവശ്യവുമില്ല. നമ്മുടെ അത്യാവശ്യം നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ അറിഞ്ഞ് പാരന്റിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട്
നമ്മൾ നമ്മുടെ കുട്ടികളെ കൂടി മനസ്സിലാക്കി നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിച്ചുകൊണ്ട് നല്ലൊരു അന്തരീക്ഷം കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് പേരൻസ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, നല്ലൊരു അന്തരീക്ഷം കുട്ടികൾക്ക് കൊടുക്കുക, ക്വാളിറ്റി ടൈം ഉറപ്പാക്കുക, അതുപോലെ തന്നെ ഇപ്പം കുട്ടിക്കളികൾ ഉണർത്തുക, അതിനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ മാം ഇന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മാം താങ്ക് യു സോ മച്ച്. ശിശുദിന വാരാഘോഷം ഇന്നൊരു ദിവസം, അല്ലെങ്കിൽ ഇന്ന് വേൾഡ് ചിൽഡ്രൻസ് ഡേ നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഈ ഒരു നിമിഷത്തിൽ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളിത് കേട്ടു കഴിഞ്ഞു എന്നുള്ള രീതിയിലാവാതെ ഇതൊക്കെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകരാം. ആ ഒരു സന്തോഷം, ആ ഒരു സമാധാനം അവരിലേക്ക് പകർത്താം എന്നുള്ളതൊക്കെ ഉറപ്പാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് മാം താങ്ക് യു സോ മച്ച്. ഓക്കെ മാം. അതുപോലെ വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ തുടർന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാനായി നമ്മുടെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. വി ഹാവ് അനഘ AS, ഔട്ട്റീച്ച് വർക്കർ, ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ആലപ്പുഴ. മാം, ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ എന്നുള്ളത് പറഞ്ഞാട്ടെ. യൂണിറ്റ്, അതായത് വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ കുട്ടികൾക്ക് വേണ്ടി 0 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഓഫീസാണ് നമ്മുടേത്. അവിടെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന പ്രധാനപ്പെട്ട സേവനങ്ങൾ എന്ന് പറയുമ്പം, ഒന്ന് അഡോപ്ഷൻ എന്ന് പറയുമ്പം കുട്ടികളില്ലാത്തവർക്കും അല്ലാതുള്ളവർക്കും കുട്ടികളെ ദത്തെടുക്കാൻ കഴിയുന്നൊരു സ്കീമാണ്. പിന്നെ ഫോസ്റ്റർ കെയർ ഉണ്ട്, താൽക്കാലികമായിട്ട് കുട്ടികളെ നമുക്ക് വളർത്താൻ കഴിയും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഉത്തരവൊക്കെ പ്രകാരം താൽക്കാലികമായിട്ട് നമുക്ക് കുട്ടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ഥാപനങ്ങളിലൊക്കെ കഴിയുന്ന അല്ലാതൊക്കെയുള്ള കുഞ്ഞുങ്ങളെ നമുക്ക് വേണമെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ ഒരു കുടുംബത്തിന്റെ അന്തരീക്ഷം അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് വളർത്താൻ സാധിക്കുന്നതാണ്. പിന്നെ മറ്റൊന്നാണ് സ്പോൺസർഷിപ്പ് എന്ന് പറയുമ്പം മാതാപിതാക്കളിൽ ഒരാൾ മരണപ്പെട്ടവര്, മാതാപിതാക്കൾ രണ്ടുപേരും മരണപ്പെട്ട ബന്ധുക്കൾ സംരക്ഷിക്കുന്നവര്, അതുപോലെ ജയിൽ അന്തേവാസികൾ, HIV ബാധിച്ചവര്, മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ മക്കൾ, ഇത്തരത്തിലുള്ള ദുർബലമായിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള വിഭാഗത്തിലെ മാതാപിതാക്കളുള്ള വീട്ടിലെ കുട്ടികൾക്ക് നമ്മൾ പ്രതിമാസം സെൻട്രൽ ഗവൺമെന്റിന്റെ 4000 വെച്ചുള്ള ഒരു സ്പോൺസർഷിപ്പ് നമ്മൾ കൊടുക്കാറുണ്ട്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സ്പോൺസർഷിപ്പ് നമുക്കുണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാലനിധി എന്ന് പറയുമ്പം അപൂർവ രോഗങ്ങളുള്ള കുട്ടികൾക്ക് നമ്മൾ 2 ലക്ഷം രൂപ വരെ ധനസഹായം കൊടുക്കുന്ന ഒരു സ്കീമാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ആശ്വാസ് നിധി, അത് പോക്സോ സർവൈവേഴ്സ്, അതായത് അതിജീവിത ആയിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് ഫണ്ട്. അത് ആ കുട്ടിക്കുണ്ടായ ട്രോമയുടെ ബേസിലാണ് നമ്മൾ കൊടുക്കുന്ന ഫണ്ട് തീരുമാനിക്കുന്നത്. ഫിനാൻഷ്യൽ എയ്ഡ് പരിഗണിക്കത്തില്ല, പകരം ആ കുട്ടിക്ക് എന്തുമാത്രം ട്രോമ അതിൽ നിന്നുണ്ടായി എന്ന അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിന്റെ ഫണ്ട് തീരുമാനിക്കുന്നത്. പിന്നെ നമുക്ക് CPC-കളുണ്ട്, ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റികൾ. അത് എല്ലാ പഞ്ചായത്തുകളിലും ബ്ലോക്കിലും ജില്ലാ തലത്തിലും 3 മാസം കൂടുമ്പോൾ ഒരു കമ്മിറ്റിയാണത്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഒരു പഞ്ചായത്ത് തലത്തിലുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ പഞ്ചായത്തിന്റെ ആ ഒരു ബോർഡിനോട് കൂടി ചേർന്ന് ആലോചിക്കുന്ന ഒരു സമയം CPC എന്ന് പറയുന്നത് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് ചൈൽഡ് ഹെൽപ്പ് ലൈൻ 11098 അതെന്ന് പറയുമ്പോൾ ഒരു 24 hours ഉള്ള സേവനമാണ്. ഏത് സമയത്തും ആർക്കും വിളിക്കാം. പിന്നെ നമുക്ക് ശരണബാല്യം എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിന്റെ പ്രൊജക്ട് ഉണ്ട്. അത് കേരളത്തിൽ മാത്രമുള്ള പ്രൊജക്റ്റാണ്. ഇന്ത്യ ഫുള്ളുള്ളതാണ് DCP സിസ്റ്റം, പക്ഷെ ശരണബാല്യം കേരളത്തിൽ മാത്രമാണ്. അതെന്ന് പറയുന്നത് ഒരു തെരുവ് മുക്ത ബാല്യം, അതായത് തെരുവിൽ കുട്ടികളെ ഇങ്ങനെ ബെഗ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ മറ്റ് ചൈൽഡ് ലേബർ അങ്ങനെയൊക്കെ തടയാൻ വേണ്ടിയാണ് ശരണബാല്യം ഉള്ളത്. അപ്പം ഇങ്ങനെ തെരുവിലൊക്കെ കുഞ്ഞുങ്ങൾ അലഞ്ഞെടുക്കുന്ന കണ്ടാൽ, അല്ലെങ്കിൽ ബെഗിങ്, ലേബർ അങ്ങനെ അതിലൊക്കെ ഏർപ്പെടുന്നതാണ് നമ്മൾ പോയി ഇടപെടുകയും നമ്മൾ കുട്ടിയെ റെസ്ക്യൂ ചെയ്ത് സുരക്ഷിതമായിട്ട് മാറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ഇത് കണ്ടെത്തി ഇപ്പം അതുപോലെ ചൈൽഡ് മാരേജ്, അതും ശൈശവ വിവാഹവും ഈ പറയുന്ന ശരണബാല്യത്തിനാണ് വരുന്നത്. അപ്പൊ അതിൽ ചൈൽഡ് മാരേജിന്റെ കേസിലും ചൈൽഡ് ലേബറിന്റെ കേസിലും വിളിച്ച് അത് നമ്മളെ അറിയിച്ചാൽ അവർക്ക് 2500 രൂപ നമ്മൾ പാരിതോഷികമായിട്ട് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ സ്കീം നമുക്കുണ്ട്. അതാണ് ശരണബാല്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡ്രൈവുകൾ സംഘടിപ്പിക്കും അതിന്റെ കീഴിൽ. എക്സൈസ് ഡ്രൈവ്, ചൈൽഡ് ലേബർ ഡ്രൈവ്, അത് ഈ സ്കൂളിലും പരിസരങ്ങളിലൊക്കെ ലഹരി സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ടോ അതൊക്കെ നമുക്ക് അറിയിക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഡ്രൈവ് നടത്തും. പിന്നെ ഇതെല്ലാം ഒരു ഇൻഫർമേഷൻ ഇത്തരത്തിൽ ഏതെങ്കിലും കേസിൽ നമ്മളെ അറിയിച്ചാൽ അത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും. പേര് പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ പേര് പറയണ്ട. പേര് പറഞ്ഞാൽ പോലും ആരാണ് പരാതിക്കാരെന്ന് ഒരു കാരണവശാലും പുറത്തു പോകത്തില്ല.
പിന്നെ നമുക്ക് കുറേ സ്ഥാപനങ്ങളുണ്ട്, CCIs ഉണ്ട്, ചൈൽഡ് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പണ്ട് നമ്മൾ അനാഥാലയങ്ങളിലൊക്കെ പറയും, ഇപ്പം അങ്ങനെ പറയാൻ പാടില്ല. ഇപ്പം അതൊക്കെ ശിശു സംരക്ഷണ കേന്ദ്രങ്ങളാണ്. അവിടെ നമുക്ക് ഒട്ടും വീട്ടിൽ നിർത്താൻ പറ്റാത്ത സാഹചര്യമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ നമുക്ക് ഇതുപോലുള്ള ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കീഴിലുള്ള വിവിധ സ്ഥാപനങ്ങളിൽ പ്ലേസ് ചെയ്യാൻ സാധിക്കും. പിന്നെ കൗൺസിലിംഗ് സേവനങ്ങളുണ്ട്, സൈക്കോളജിസ്റ്റിന്റെ സേവനങ്ങളുണ്ട്, മറ്റ് റിസോഴ്സ് പേഴ്സണൽ DRC ഡിസ്ട്രിക്ട് റിസോഴ്സ് സെന്റർ ഉണ്ട്. അവിടെ സൈക്കോളജിസ്റ്റിന്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അങ്ങനെയുള്ള സേവനമുണ്ട്. അങ്ങനെ ഒരു കുട്ടിക്ക്, ഒരു 0 തൊട്ട് 18 വയസ്സ് വരെ പ്രായമുള്ളൊരു കുട്ടിക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവർക്ക് ധൈര്യമായിട്ട് സമീപിക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസ് എന്ന് പറയുന്നത്. എന്താവശ്യമുണ്ടെങ്കിലും കുട്ടികൾക്കുണ്ടാകുന്ന എന്ത് ഇഷ്യൂസിനും സമീപിക്കാം, മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവർക്കും പൊതുജനങ്ങൾക്കും സമീപിക്കാൻ പറ്റുന്ന ഒരു ഓഫീസാണ് നമ്മുടെ ഓഫീസ്. ആലപ്പുഴ ഓഫീസ് നിൽക്കുന്നത് കളക്ടറേറ്റിന് അവിടെ നിന്ന് വടക്കോട്ട് വരുമ്പം ലാറ്റിൻ ചർച്ച് ഉണ്ട്, ലത്തീൻ പള്ളിയുടെ അടുത്ത് ലത്തീൻ പള്ളി കോംപ്ലക്സ് ഉണ്ട്, കോൺവെന്റ് സ്ക്വയർ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്, കോൺവെന്റ് സ്ക്വയർ. അവിടെ ലാറ്റിൻ ചർച്ച് ബിൽഡിങ്ങിലാണ് നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പം വനിതാ ശിശു വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ഏതൊക്കെ, എങ്ങനെയൊക്കെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടറിഞ്ഞു. നമ്മുടെ ശിശുദിന വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ശിശുക്കളെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ SK ജംഗ്ഷനിലൂടെ കേട്ടറിഞ്ഞു. ഇതുപോലെ നമ്മൾ കേട്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ധാരാളമുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടറിയാം. എന്നാലും ഇന്നത്തെ SK ജംഗ്ഷൻ മാത്രമേ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഈസ് RJ Joe signing off from SK Junction and you are listening to സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര.